ഇസ്രയേലിലെ എണ്ണ സംസ്കരണ കേന്ദ്രങ്ങൾക്ക് നേരെ ഇറാന്റെ മിസൈൽ ആക്രമണം ഉണ്ടായി. ഇറാന്റെ എണ്ണവാതക പാടങ്ങൾ ആക്രമിച്ച് തൊട്ടു പിന്നാലെയാണ് ഇതിനെതിരെ വരുന്ന ഒരു നീക്കമായിട്ടാണ് ഇസ്രായേൽ തിരിച്ചടിച്ചത്. ഇസ്രായേലിനെ ആക്രമിക്കാനായി ഇറാനും തിരിച്ചടിക്കുകയും ഒക്കെ ചെയ്തിരുന്നു. പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ പ്രസ്താവനയ്ക്ക് പിന്നാലെയാണ് ഇസ്രായേലിലെ എണ്ണ സംസ്കരണ കേന്ദ്രങ്ങൾക്ക് നേരെ ഇറാന്റെ മിസൈൽ ആക്രമണം ഉണ്ടായത്. ഹൈഫയിലെ പ്ലാന്റിലാണ് മിസൈൽ പതിച്ചത്. ഇസ്രയേലിലെ ഗാർഹിക ഇന്ധന വിതരണത്തിന്റെ 50% ഇവിടെ നിന്നാണ് നൽകി വരുന്നത്. ആക്രമണത്തിൽ ആളഭയമില്ലെന്നും നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്നും ഇസ്രായേൽ സൈന്യം അറിയിച്ചു. ഹൈഫയിലെ എണ്ണ സംസ്കരണ കേന്ദ്രങ്ങളിൽ ഇനിയും ആക്രമണം നടത്തുമെന്നും സൈനിക കേന്ദ്രങ്ങൾക്കെതിരെ എന്നത് പോലെ തന്നെ ആക്രമണം തുടരുമെന്നുമാണ് കൃത്യതയാർന്ന മിസൈലുകളാണ് ഹൈഫയിലെ ആക്രമണത്തിന് ഉപയോഗിച്ചതെന്നും ഇറാൻ റവല്യൂഷണറി ഗാർഡ് പ്രസ്താവനയിൽ അവകാശപ്പെട്ടു. ഹൈഫയിൽ ഒരു മിസൈൽ പ്രതിരോധിക്കാൻ കഴിഞ്ഞതായി ഇസ്രായേൽ സൈന്യം അറിയിച്ചു. ആക്രമണത്തിൽ 45 മിനിറ്റ് നേരം വൈദ്യുത തടസ്സം ഉണ്ടായെന്നും ഇത് പിന്നീട് പുനഃസ്ഥാപിച്ചുവെന്നും ഇസ്രായേൽ ഇലക്ട്രിക് കോർ അറിയിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ജൂണിൽ ഹൈഫയിലെ റിഫൈനറിക്ക് നേരെ ഇറാൻ നടത്തിയ മിസൈൽ ആക്രമണത്തിൽ 3 പേർ കൊല്ലപ്പെട്ടിരുന്നു. റിഫൈനറിയുടെ പ്രവർത്തനങ്ങൾ നിർത്തിവെക്കേണ്ടി വന്ന സാഹചര്യവും ഉണ്ടായിരുന്നു. ഇറാന്റെ എണ്ണവാതക പാടങ്ങൾ ആക്രമിച്ചത് തനിച്ചാണ് എന്ന ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ പ്രസ്താവനയ്ക്ക് പിന്നാലെ ഇസ്രായേലിലെ എണ്ണ സംസ്കരണ കേന്ദ്രങ്ങൾക്ക് നേരെ ഇറാന്റെ മിസൈൽ ആക്രമണമാണ് ഉണ്ടായത്. ഹൈഫയിലെ പ്ലാന്റിലാണ് ഈ ആക്രമണം ഉണ്ടായത്. മറ്റൊരു കാര്യമെന്ന് പറയുന്നത് ഈ അമേരിക്കയും ഇറാനും ഇപ്പോൾ ശത്രുക്കളായി നിൽക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ മറ്റൊരു തലത്തിലേക്ക് അല്ലെങ്കിൽ ഒരു ട്വിസ്റ്റ് ഈ ഒരു യുദ്ധത്തിലേക്ക് കൊണ്ടുവരികയാണ് ഇപ്പോൾ ട്രംപ് ചെയ്യുന്നത്. നെതന്യാഹുവും അതുപോലെ തന്നെ ട്രംപും ഉടക്കി പിരിയുന്ന മട്ടിലേക്ക് കാര്യങ്ങൾ എത്തി നിൽക്കുന്നു എന്ന് മറ്റുള്ളവർക്ക് തോന്നിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള നീക്കങ്ങൾ കൂടി ഈ ഒരു യുദ്ധ സാഹചര്യത്തിൽ നടക്കുന്നുണ്ട് എന്നാണ് വ്യക്തമാകുന്നത്. സംസ്കരണ കേന്ദ്രത്തിൽ ഇനിയും ആക്രമണം നടത്തിയാൽ ഒരു പക്ഷേ ഇറാൻ ബാക്കി ഉണ്ടാവുകയില്ല എന്നാണ് പറയുന്നത്. ആക്രമണത്തിൽ 45 മിനിറ്റ് നേരം വൈദ്യുത തടസ്സം ഉണ്ടായെന്നും ഇത് പിന്നീട് പുനഃസ്ഥാപിച്ചുവെന്നാണ് ഇസ്രായേൽ ഇലക്ട്രിക് കോർ അറിയിച്ചത്. കഴിഞ്ഞ ജൂണിൽ ഹൈഫയിലെ റഫൈനറിക്ക് നേരെ ഇറാൻ നടത്തിയ മിസൈൽ ആക്രമണത്തിൽ 3 പേർ കൊല്ലപ്പെട്ടത് വലിയ വാർത്തയായിരുന്നു. ഇതിന് തിരിച്ചടിക്കുകയും ചെയ്തിരുന്നു. ഇന്നലെയാണ് ഇറാന്റെ ജീവനാഡിയായ സൗത്ത് പാർസിൽ ആക്രമണം ഉണ്ടായത്. ഇറാനിലെ ഗാർഹിക ഉപയോഗത്തിന്റെ 70% സൗത്ത് പാർസിലെ വാതകപ്പാടത്ത് നിന്നാണെന്ന് ഇരിക്കെയാണ് രൂക്ഷമായ ആക്രമണം ഉണ്ടായത്. ആക്രമണത്തിൽ അമേരിക്കയ്ക്ക് പങ്കുണ്ടെന്നായിരുന്നു ട്രംപിന്റെ അവകാശവാദം. പിന്നാലെ ഖത്തറിലെ റാസ് ലഫാൻ ഇറാൻ ആക്രമിച്ചിരുന്നു. നികത്താനാവാത്ത നാശനഷ്ടമാണ് റാസ് ലഫാനിൽ ഉണ്ടായതെന്ന് ഖത്തർ വെളിപ്പെടുത്തി കഴിഞ്ഞു. അതിനിടെ ജെറുസലേമിലേക്ക് ഇറാൻ കനത്ത ആക്രമണം തുടരുകയാണ്. 2 മണിക്കൂറിനിടെ 3 മിസൈലുകളാണ് ജെറുസലേം ലക്ഷ്യമിട്ടെത്തിയതെന്നും ഇതോടെ മധ്യ ഇസ്രയേലും ജെറുസലേമിലെങ്ങും അപായ സൈറണുകൾ മുഴങ്ങിയെന്നും പ്രാദേശിക മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. ജെറുസലേമിൽ നിന്ന് ഉഗ്രസ്ഫോടന ശബ്ദം ഉയർന്നതായി BBC-യും സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഈദ് ആഘോഷത്തിനായി കിഴക്കൻ ജെറുസലേമിൽ ആളുകൾ കൂട്ടത്തോടെ ഇറങ്ങിയതിന് പിന്നാലെയാണ് സൈറണുകൾ മുഴങ്ങിയത്. പിന്നാലെ മൊബൈൽ ഫോണുകളിലേക്ക് സന്ദേശങ്ങൾ എത്തിയെന്നും മണിക്കൂറോളം ആശങ്ക നീണ്ടു നിന്നുവെന്നും BBC-യുടെ ജെറുസലേമിലേക്കുള്ള റിപ്പോർട്ടർ സെബാസ്റ്റ്യൻ ഉഷ്ര വെളിപ്പെടുത്തി. 4 തവണ ആക്രമണം നടത്തിയതായി ഇറാൻ സൈന്യം സ്ഥിരീകരിച്ചു. ഇറാന്റെ ബാലിസ്റ്റിക് മിസൈൽ ശേഖരം തകർത്തുവെന്നും മിസൈൽ ആക്രമണം നടത്താൻ ഇറാൻ ശേഷിയില്ലെന്നും നെതന്യാഹു അവകാശപ്പെട്ടു. മണിക്കൂറുകൾക്കകമാണ് ജെറുസലേമിലേക്ക് ബാലിസ്റ്റിക് മിസൈലുകൾ എത്തിയതെന്നും ശ്രദ്ധേയമാണ്. ഇറാനും ഖത്തറും പങ്കിടുന്ന പ്രധാന പ്രകൃതിവാതക പാടത്തിന് നേരെ ബുധനാഴ്ച നടന്ന ആക്രമണങ്ങളെ തള്ളി അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ് രംഗത്തെത്തി. ലോകത്തെ ഏറ്റവും വലിയ പ്രകൃതിവാതക പാടത്തിന്റെ ഭാഗമായ ഇറാന്റെ സൗത്ത് പാർസിന് നേരെ ഇസ്രായേൽ ആക്രമണം നടന്നിരുന്നു. തിരിച്ചടിയായി ഖത്തറിലെ ഊർജ്ജ നിലയം ഇറാൻ ആക്രമിക്കുകയും ചെയ്തു. ഈ ആക്രമണങ്ങൾ വലിയ രീതിയിൽ ക്രൂഡ് ഊർജ്ജ വില കുതിച്ചുയരാൻ കാരണമായെന്നും ഊർജ്ജ വില കുതിച്ചു ോടുകൂടിയാണ് ട്രംപ് രോക്ഷത്തിലായത് എന്നുമാണ് ഇപ്പോൾ വരുന്ന റിപ്പോർട്ട്. പിന്നാലെയാണ് ഇസ്രായേലിനെ തള്ളി അമേരിക്കൻ പ്രസിഡന്റ് പ്രതികരണം എത്തിയത്. ഇസ്രായേൽ രോക്ഷം തീർക്കാനായി നടത്തിയ ആക്രമണമാണ് സൗത്ത് പാർസിന് നേരെ ഉണ്ടായത്. വളരെ കുറഞ്ഞ മേഖലയിലാണ് ആക്രമണം ഉണ്ടായത്. ഈ ആക്രമണത്തെക്കുറിച്ച് അമേരിക്കയ്ക്ക് ഒന്നും അറിയില്ല. നിർഭാഗ്യവശാൽ ഇറാനും ആക്രമണത്തെക്കുറിച്ച് അറിഞ്ഞിരുന്നില്ല. ഖത്തറിന്റെ NNG ശാലയ്ക്ക് നേരെ ഉണ്ടായ ഇറാന്റെ ആക്രമണം നീതീകരിക്കാനാവാത്തതും അന്യായവുമാണ്. അതീവ പ്രാധാന്യമുള്ള മേഖലയ്ക്ക് നേരെ ഇസ്രായേലിന്റെ തുടർ ആക്രമണങ്ങൾ ഉണ്ടാവില്ല. ഈ നിലവിലുള്ള ആക്രമണത്തിന് അംഗീകാരം നൽകാനുമാവില്ല. ഇത്തരം ആക്രമണങ്ങൾക്ക് ഇറാന്റെ ഭാവിയിൽ ദീർഘകാല പ്രത്യാഘാതങ്ങൾ സൃഷ്ടിക്കും. എന്നാൽ ഖത്തറിന് നേരെ ആക്രമണം തുടർന്നാൽ ആക്രമിക്കാൻ താൻ മടിക്കില്ല എന്നാണ് ട്രംപ് ട്രൂത്ത് സോഷ്യലിലെ കുറിപ്പിൽ വിശദീകരിക്കുന്നത്. പശ്ചിമേഷ്യയിൽ സംഘർഷം ഊർജ്ജ വിപണിയെ സാരമായി തന്നെ ബാധിച്ചതോടെ ട്രംപ് ഭരണകൂടം കടുത്ത പ്രതിസന്ധിയിലാണ്. ഇതിന് പിന്നാലെ ഇറാന്റെ സൗത്ത് പാർസ് ഗ്യാസ് ഫീൽഡ് ആക്രമിച്ചതിൽ അമേരിക്കയ്ക്ക് പങ്കില്ലെന്ന്
എന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവും വിശദമാക്കുന്നു. ഇറാനുമായുള്ള സംഘർഷത്തിലേക്ക് യുഎസിനെ ഇസ്രായേൽ കൊണ്ടുവന്നുവെന്ന ആരോപണങ്ങളും ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു നിഷേധിച്ചു. ഇറാനെതിരായ ആക്രമണം ശക്തമാകുന്നതിനിടെയാണ് നെതന്യാഹുവിന്റെ പുതിയ പ്രസ്താവന. ഇറാനെതിരായ യുദ്ധം തുടങ്ങി വെച്ചവർക്ക് അതിന്റെ ആഘാതം കണക്കുകൂട്ടുന്നതിൽ പിഴച്ചെന്ന വിലയിരുത്തൽ ഒമാൻ വിദേശകാര്യമന്ത്രി നടത്തി. മേഖലയിലേക്ക് പുതിയ സമാധാന നിർദ്ദേശവുമായാണ് ഒമാൻ വിദേശകാര്യമന്ത്രിയുടെ പ്രതികരണം. ഇറാനെ മാത്രമാക്കി ചർച്ച ചെയ്യുന്നതിന് പകരം മേഖലയിലാകെ ആണവായുധം സംബന്ധിച്ച സുതാര്യതയും ആണവ നിർവ്യാപനവും ഉറപ്പാക്കുന്നതാണ് നിർദ്ദേശം. അമേരിക്കൻ സഹകരണം ഇപ്പോൾ മേഖലയിലെ രാഷ്ട്രങ്ങളുടെ സുരക്ഷയെയും വളർച്ചയെയും ആശങ്കയിലേക്ക് തള്ളിവിടുന്നതായി രാജ്യങ്ങൾ കണക്കാക്കുന്നുവെന്നും അദ്ദേഹം വിലയിരുത്തി. അമേരിക്കയും ഇസ്രയേലും ആഗ്രഹിച്ചത് നേടാൻ അസാധ്യമായില്ല. സ്വന്തം വിദേശകാര്യ നയത്തിൽ അമേരിക്കയ്ക്ക് നിയന്ത്രണം നഷ്ടപ്പെട്ടെന്ന സത്യം പുറത്ത് രാജ്യങ്ങൾ അമേരിക്കയോട് പറയണം. മേഖലയിൽ ആണവ ആയുധ നിർവ്യാപനം ഉണ്ടാവണം. ഊർജ്ജ വിതരണം, നിക്ഷേപ അവസരങ്ങൾ തുറക്കൽ എന്നിവയിൽ അമേരിക്ക ശ്രദ്ധ കേന്ദ്രീകരിക്കണം. ഇത് സാധ്യമാവുക ഇറാൻ അയൽരാജ്യങ്ങളുമായി സമാധാനത്തിലായിരിക്കുമ്പോഴാണ്. ആണവ ഊർജ്ജത്തിൽ സുതാര്യത ഉറപ്പാക്കാൻ മേഖലയിലാകെ ശ്രമം വേണം. ഇതിനായി ചട്ടക്കൂട് തയ്യാറാക്കാനാകും. ഒമാനും ഗൾഫ് രാജ്യങ്ങൾക്കും ഇതിൽ പങ്ക് വഹിക്കാനാകും. മേഖലയിലെ അമേരിക്കൻ കേന്ദ്രങ്ങളിലേക്ക് ഇറാന്റെ തിരിച്ചടി അംഗീകരിക്കാൻ കഴിയാത്തത് എങ്കിലും ഒഴിവാക്കാൻ പറ്റാത്തതായി അവർ വിലയിരുത്തുന്നുവെന്നും ഒമാൻ വിദേശകാര്യമന്ത്രി നിരീക്ഷിച്ചു.